ഹലോ ഫ്രണ്ട്സ്, ഇത് മലപ്പുറത്തുള്ള ഒരു കസ്റ്റമറിന് വേണ്ടിയിട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു 2.2 ആംപ്ലിഫയർ ആണ്. ഇതിൻ്റെ ടോട്ടൽ ഔട്ട്പുട്ട് വരുന്നത് 800 വാട്ട്സ് RMS ആണ്. ഇതിൻ്റെ സ്പീക്കർ ഔട്ട്പുട്ട് വരുന്നത് പെർ ചാനൽ 100 വാട്ട്സ് RMS വീതവും ഇതിൻ്റെ സബ് വൂഫർ ഔട്ട്പുട്ട് വരുന്നത് പെർ ചാനൽ 300 വാട്ട്സ് RMS വീതവുമാണ്. മാറ്റ് ഫിനിഷിലാണ് ഈ ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ട് പാനൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ബ്രെയിൻസ് ഓഡിയോസിൻ്റെ USB മൊഡ്യൂളാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. സാധാരണ നമ്മൾ ചെയ്യാറുള്ള സെയിം ഡിസൈൻ തന്നെയാണ് ഈ ആംപ്ലിഫയറിലും കൊടുത്തിട്ടുള്ളത്. കസ്റ്റമറുടെ ആവശ്യപ്രകാരം 6 ഇഞ്ച് ഹൈറ്റിലുള്ള ക്യാബിനാണ് ഈ പ്രാവശ്യം നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ മോഡലിൽ ലെഫ്റ്റ് സ്പീക്കർ ചാനലിനും റൈറ്റ് സൈഡ് സ്പീക്കർ ചാനലിനും ഇൻഡിവിജ്വലായി വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. കൂടാതെ 2 ചാനലിനുമായി 2 VU മീറ്ററും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സബ് വൂഫർ ലെഫ്റ്റും റൈറ്റും വോളിയം ഇൻഡിവിജ്വലായി ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൂടാതെ സബ് ഗെയിൻ, സബ് ഫ്രീക്വൻസി ഇവ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ റിമോട്ട്. ഇനി നമുക്ക് ഈ ആംപ്ലിഫയറിൻ്റെ ബാക്ക് സൈഡിലേക്ക് നോക്കാം. സാധാരണ ഞങ്ങൾ എല്ലാ ആംപ്ലിഫയറിലും കൊടുക്കാറുള്ള പോലെ ഫ്യൂസർ കൂടിയ കമ്പ്യൂട്ടർ സോക്കറ്റാണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഒരു ഓക്സിലറി ഇൻപുട്ടും മറ്റ് ഓഡിയോ സോഴ്സിലേക്ക് കണക്ട് ചെയ്യാൻ ഒരു ഓക്സിലറി ഔട്ട്പുട്ടും ആക്റ്റീവ് സബ് വൂഫറാണ് നിങ്ങളുടെ പക്കലുള്ളതെങ്കിൽ അതിലേക്ക് കണക്ട് ചെയ്യാൻ ഒരു സബ് വൂഫർ പ്രിയോട്ടിൻ്റെ ഒരു ഓപ്ഷനും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് മിക്സറിൽ നിന്നുള്ള ഓഡിയോ കണക്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനാണ്. സ്പീക്കർ സോക്കറ്റായിട്ട് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ബനാന സോക്കറ്റ് തന്നെയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻസൈഡിലേക്ക് നോക്കാം. ഡുവൽ ട്രാൻസ്ഫോർമർ ഉള്ളതുകൊണ്ട് തന്നെ ബാക്കിലേക്ക് അത്യാവശ്യം ഡെപ്തുള്ള ക്യാബിനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൽ സ്പീക്കർ ചാനൽസിന് വേണ്ടി 27027 8 ആംപിയറിൻ്റെ ഒരു ട്രാൻസ്ഫോർമറും സബ് വൂഫർ ചാനൽസിന് വേണ്ടി 40040 12 ആംപിയറിൻ്റെ ഒരു ട്രാൻസ്ഫോർമറുമാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. കപ്പാസിറ്ററുകളായി ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് സ്റ്റീരിയോ ചാനൽസിന് വേണ്ടി 4700 മൈക്രോഫാരഡിൻ്റെ 4 കപ്പാസിറ്ററുകളും സബ് വൂഫർ ചാനൽസിന് വേണ്ടി 10000 മൈക്രോഫാരഡിൻ്റെ 4 കപ്പാസിറ്ററുകളുമാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് ഞങ്ങളുടെ തന്നെ ഒരു പവർ സപ്ലൈ യൂണിറ്റാണ്. ഇതിൽ സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് പവർ ട്രിക്കിൻ്റെ സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡാണ്. സ്റ്റീരിയോ ആംപ്ലിഫയർ ബോർഡായിട്ട് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഡിടെക് ഓഡിയോസിൻ്റെ ബോർഡാണ്. തോഷിബ 52001943 പേരായിട്ട് വരുന്ന ട്രാൻസിസ്റ്റർ സർക്യൂട്ടാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. സബ് വൂഫർ ആംപ്ലിഫയർ ബോർഡായിട്ട് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് മഹാരാജയുടെ 6 ട്രാൻസിസ്റ്റർ ബോർഡാണ്. 300 വാട്ട്സ് RMS വീതമാണ് ഇതിൻ്റെ ഒരു ബോർഡിൽ നിന്നും ഔട്ട്പുട്ട് കിട്ടുന്നത്. സബ് വൂഫർ ഫിൽറ്റർ ബോർഡായിട്ട് RBL+ൻ്റെ ബോർഡാണ് നമ്മൾ ഈ പ്രാവശ്യം എടുത്തിട്ടുള്ളത്. ബാസ് ട്രബിളിന് വേണ്ടി ഡിടെക് ഓഡിയോസിൻ്റെ ബാസ് ട്രബിൾ ബോർഡാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഇൻസൈഡ് വരുന്നത്. ഈ ആംപ്ലിഫയറിൻ്റെ പ്രൈസും മറ്റുള്ള ഡീറ്റെയിൽസും എല്ലാം ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ചെക്ക് ചെയ്തിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.